ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് പാലക്കാട് സ്റ്റൈലിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് ആദ്യം ഒരു ചെമ്പട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ വലിയ ഉള്ളി ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം വലിയ ഉള്ളി വേഗം മൂത്ത് കിട്ടും. നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലോണം മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കിയിട്ടേ ഇരിക്കണം. ഒന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി എന്നിവ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം യോജിപ്പിച്ചെടുക്കണം. തക്കാളിയും ഉള്ളിയും ചതച്ച മസാലകളെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പുതിന ഇലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി അരിഞ്ഞത് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് തന്നെ ഗരം മസാല പൊടിയും നമുക്ക് എരിവ് എത്രയാണോ വേണ്ടിച്ചാൽ അതിലേക്കുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. വേറെയുള്ള മസാലപ്പൊടികളൊന്നും ആവശ്യം വരുന്നില്ല. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല അതൊന്നും വേണ്ട കേട്ടോ. നമുക്കിതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി. നല്ല മിക്സാക്കി കൊടുക്കാം. പിന്നീട് നമുക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്കത് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് കറക്റ്റ് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഈ സമയത്ത്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ആവിയിൽ കടന്ന് തന്നെ വേവട്ടെ. ചെറിയ തീയിൽ തന്നെ ഒരു പകുതി വേവായാൽ മതി കേട്ടോ. ഫുള്ളായിട്ട് ചിക്കൻ വെന്തുടയാൻ പാടില്ല. ഒരു പകുതി വേവാകുന്നവർക്ക് നമുക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ പകുതി വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാത്രം അരിയാണ് എടുക്കുന്നത്. ആ പാത്രത്തിൻ്റെ 1/4 പാത്രം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ സമയത്ത് അരിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കുതിരാൻ വെക്കും. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അരി വാരി വെച്ചതിന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം കുത്തി ഇളക്കരുത്. മെല്ലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്കതിനൊപ്പം തന്നെ ചെറുനാരങ്ങ നീരും കൂടി നമുക്ക് കുരുവില്ലാണ്ട് ഒഴിച്ച് കൊടുക്കണം. നമുക്കിനി മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ട് അരി. നമുക്ക് ഇനി ഇളക്കി കൊടുക്കാം. അരി ഉടയാണ്ട് സൂക്ഷിക്കണം. ചിക്കനും ഉടയാൻ പാടില്ല. മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. നമുക്കിനി കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്താ വിരുന്നുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പൂച്ചക്കുട്ടികളാണ്.
നമുക്ക് വെള്ളമെല്ലാം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നല്ലോണം നമുക്ക് അടിയിൽ നിന്ന് തന്നെ ഇളക്കി കൊടുക്കാം. അരിയെല്ലാം കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ചിക്കൻ ഒന്നും ഉടഞ്ഞിട്ടുമില്ല. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയും കൂടി നമുക്ക് മേലെ വിതറി കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് അതിൻ്റെ മേൽ തന്നെ ഒരു വെയിറ്റും കയറ്റി വെക്കണം കേട്ടോ. ആവി പുറത്ത് പോകാണ്ടിരിക്കാനാണ്. ഇതാ അരമണിക്കൂറായി. നമ്മളിതാ പുറത്തെടുത്തിട്ടുണ്ട്. മെല്ലെ നമുക്ക് ഇളക്കി കൊടുക്കാം. സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ എല്ലാം കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.